ഇമ്മക്കുട്ടിയുടെ 1 ഇയറിലെ സമ്പാദ്യമാണ്, കൊടുക്കുകയാണിത്. ഇത് പൊട്ടിക്കാൻ പോവുകയാണ്. നമുക്ക് എത്ര കാശ് ഇതിനകത്തുണ്ടെന്ന് നോക്കാം. ഇമ്മക്കുട്ടി, ഈ കാശ് വെച്ച് ഇമ്മക്കുട്ടി എന്ത് ചെയ്യാൻ പോവാ? നാട്ടിലെല്ലാവർക്കും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന. ആർക്കൊക്കെ? അച്ചാമ്മയ്ക്ക്, ഇവാന്, റിച്ചൂസിന്, അപ്പാപ്പന്, കിണ്ണാണച്ചന്, സൈച്ചാച്ചന്, പിന്നെ ആശയമ്മയ്ക്ക്, തക്കുടിച്ചേട്ടന്. പിന്നെ ഒരാളെ മറന്നുപോയല്ലോ. ആ, അവർക്ക് എല്ലാവർക്കും ഞാൻ എന്നെ കുടുക്ക് പഠിച്ച് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. എപ്പോഴാ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നേ? നാട്ടിലെത്തുമ്പോ. നാട്ടിൽ എന്തിനാ പോകുന്നേ ഇമ്മക്കുട്ടി? നാട്ടിലോ? ആ, ബർത്ത്ഡേ ആഘോഷിക്കാൻ നാട്ടിൽ പോകുന്നുണ്ടോ? ആ, അപ്പം എല്ലാവർക്കും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കും. അപ്പം നമുക്ക് പൊട്ടിച്ചാലോ? നമുക്കപ്പോൾ ഈ കുടുക്ക പൊട്ടിച്ച് നോക്കാം. അച്ഛൻ പൊട്ടിച്ചു തരാം. സൈഡ് പൊട്ടി. ഇല്ല അച്ഛൻ പൊട്ടിച്ചു തരാം. കുട്ടിയുടെ കൊടുക്ക തട്ടിട്ടെ. ഫേക്ക് കോയിൻസ് അടക്കം ഇവക്കുട്ടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവക്കുട്ടിയുടെ കൊടുക്കയെന്ന് വന്ന സമ്പാദ്യം. നോക്കിക്കേ, ഏതൊക്കെ നാട്ടിലെ ഡോട്ടുണ്ട് നോക്കിക്കേ. പേഴ്സിൽ വയ്ക്കുന്ന പൈസ, ടേബിളിൻ്റെ പുറത്ത് വയ്ക്കുന്ന പൈസ, അതെല്ലാം കൊടുക്കേ പോകും ഇമ്മക്കുട്ടിക്ക്. ഇത്രയും പൈസയുണ്ട് ഇമ്മക്കുട്ടിക്ക്. ഇമ്മക്കുട്ടി എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്കിക്കേ. ഫ്ലവർ അല്ല, ഇങ്ങോട്ട് നോക്കിക്കേ. ഇമ്മക്കുട്ടി എന്ത് ചെയ്യുവാ? ഇമ്മക്കുട്ടി കൗണ്ട് ചെയ്യുവാണോ? ഇമ്മക്കുട്ടി കൗണ്ട് ചെയ്യ്. ഓരോ കോയിൻ എടുത്ത് കൗണ്ട് ചെയ്ത് മാറ്റ്. എന്തായാലും ഞങ്ങളിത് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കട്ടെ. ഇതിനകത്ത് 50 റിയാലൊക്കെ കിടപ്പുണ്ട്. 50ൻ്റെ റിയാലുണ്ട്. ഇതാ ഡോളറുണ്ട്. ഇവക്കുട്ടി പറയുക ഞാൻ പണക്കാരിയായത്. ഒമാൻ റിയാല്, പിന്നെ ഇതെല്ലാം സൗദി റിയാല്, നമ്മുടെ ഇന്ത്യൻ മണി എല്ലാം. ഇത് എവിടുത്തെയാണ്? ഇതും ഒമാൻ റിയാൽസാണ്. ബാക്കി ഇതെല്ലാം കോയിൻസാണ്. ഇതെല്ലാം ഓൾമോസ്റ്റ് സൗദി കോയിൻസ് തന്നെയാണ്. ഇതൊരു സൗദി റിയാല്. ഇത് 50 ഹലാല. ഇത് 2 റിയാല്. ഈ 3 ടൈപ്പ് കോയിൻസ് ആണുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് ഇന്ത്യയുടെ 5 രൂപയൊക്കെ കിടപ്പുണ്ട്. ഇന്ത്യൻ റുപ്പീസ്. എന്തായാലും ഇത് എണ്ണി നോക്കാം എത്ര രൂപ ഉണ്ടാകുമെന്ന്. ഇമ്മക്കുട്ടി നമുക്ക് കൗണ്ട് ചെയ്യാം. ഇമ്മക്കുട്ടി നമുക്ക് കൗണ്ട് ചെയ്യാം. ഓക്കെ, ഇമ്മക്കുട്ടി കൗണ്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും കൗണ്ട് ചെയ്യാം. കുട്ടി എത്ര രൂപ ഉണ്ടെന്ന് എണ്ണിയിട്ട് ഇവരുടെ അടുത്ത് പറയാം അല്ലേ? ഓക്കെ. ഹലോ ഗായ്സ്, നമ്മൾ കൗണ്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഇത് കണ്ടോ, ഇതാണ് ഇമ്മക്കുട്ടിയുടെ പൈസ ഞങ്ങൾ കൗണ്ട് ചെയ്തെടുത്തത്. ഇതാ സൗദി റിയാൽസാണ് കൂടുതലുള്ളത്. ഇത് 10 കോയിൻസ് വെച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. സൗദി റിയാൽസാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഇതാ നമ്മുടെ ഇന്ത്യയുടെ 20 റിയാൽ കോയിൻസ് ഉണ്ട്, 10 റിയാൽസ് കോയിൻസ് ഉണ്ട്, 5 റിയാൽ കോയിൻസ് ഉണ്ട്, 2, 1. ഇതെല്ലാം ഇന്ത്യൻ കോയിൻസ്. ഇത് ബഹ്റൈൻ ദർഹംസ് ഉണ്ട് കുറച്ച്. പിന്നെ 100 രൂപ, 20
10 ഇതെല്ലാം ഇന്ത്യൻ റുപ്പീസ്, 1 സൗദി ഡോളറുണ്ട്, ഒമാനി റിയാൽ 4 ഉണ്ട്, 500ൻ്റെ ഒരു സൗദി റിയാൽ ഉണ്ടായിരുന്നു, പിന്നൊരു 50 സൗദി റിയാൽ, കുറച്ച് 10 റിയാൽസ്, 5 റിയാൽസ്, 1 റിയാൽ, ഇത്രയും ചേർന്നാണ് ഉള്ളത്. മൊത്തം കൂടെ ഇത് ഏകദേശം ഒരു 33,000 രൂപയ്ക്ക് തുല്യമായ ഇന്ത്യൻ റുപ്പീസ് ഉണ്ടായിരുന്നു. 33,000 പ്ലസ് സംതിങ്ങും കൂടെ വരുന്ന രീതിയിലുള്ള ഒരു ഇന്ത്യൻ റുപ്പീസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് അമ്മക്കുട്ടി കൗണ്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്തോ അമ്മക്കുട്ടിക്ക് വല്ലതും പറയാനുണ്ടോ? നമുക്കിതെല്ലാം വീണ്ടും നിരത്തിയിട്ടിട്ട് പൈസ ഇങ്ങനെ തിരിച്ചു കുടിക്കണം. വീണ്ടും കുടുക്കലിടാവുന്നോ? എന്തിനാ? അപ്പം നീ നേരത്തെ എന്തുവാ പറഞ്ഞേ? നേരത്തെ എന്തുവാ പറഞ്ഞത്? ഈ പൈസ എന്ത് ചെയ്യാൻ? അപ്പം നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയെടുത്ത് കുടുക്ക് വാങ്ങിച്ചു തരാമെന്ന് പറയണം. ഇങ്ങനത്തെ സേവ് ചെയ്യണം. അപ്പോൾ ബൈ. നെക്സ്റ്റ് വീഡിയോ ചെയ്യണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.